ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ താഴ്ചയിൽ പലരും നമ്മെ മറക്കുമ്പോൾ, നമ്മുടെ ദുസ്ഥിതിയിൽ പലരും മാറിപ്പോകുമ്പോൾ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ താഴ്ചയിൽ നമ്മെ ഓർത്ത്, നമ്മുടെ ദുസ്ഥിതി, നമ്മൾ വീണുപോയ അനുഭവങ്ങളിൽ, നമ്മൾ വീക്കായ അനുഭവങ്ങളിൽ, പരാജയപ്പെട്ട ഉടയപ്പെട്ട അനുഭവങ്ങളിൽ നമ്മെ ഓർത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മെ വിടിവിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഭാരപ്പെട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? വേദനയിൽ കൂടെ തകർന്നു പോകുന്ന അനുഭവത്തിൽ കൂടെ ആണോ നിങ്ങൾ കടന്നു പോകുന്നത്? പക്ഷെ ധൈര്യമായിട്ടിരിക്കുക, ഈ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. സങ്കീർത്തനം 136 അതിൻ്റെ 23-ാമത്തെ തിരുവചനത്തിൽ വിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നു: നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഓർക്കാൻ പോവുകയാണ്. നോഹയും തന്റെ കുടുംബത്തെയും ദൈവം ഓർത്ത് നീണ്ട ദിവസങ്ങൾ പെട്ടകത്തിൽ ജലപ്രളയത്തിൽ അകപ്പെട്ട് എങ്ങും ഉറയ്ക്കാൻ പറ്റാതെ നടക്കുന്ന ഒരു അനുഭവമായിരുന്നു. ആ അനുഭവത്തിൽ നിന്ന് ദൈവം ഓർത്ത് ഒരു കാറ്റടിപ്പിച്ച് വെള്ളത്തെ നിലപ്പിച്ച് അവിടെ സംഭവിപ്പിച്ചത് ആ പെട്ടകം പിന്നീട് ഉറയ്ക്കുവാൻ ദൈവം ഇടയാക്കി. അപ്പോൾ ദൈവം നമ്മളെയും നമ്മുടെ കുടുംബത്തെ ഓർക്കുമ്പോൾ ആടിയുന്ന അനുഭവത്തിൽ നിന്നും നമ്മെ ഉറപ്പിക്കുന്ന ജീവിതാനുഭവത്തിലേക്ക് ദൈവം കൊണ്ടെത്തിക്കും. നീണ്ട വർഷങ്ങൾ അടിമത്തത്തിൽ, ഞെരുക്കത്തിൽ, വേദനയിൽ ഇരുന്ന ദൈവത്തിന്റെ ജനത്തെ, ഫറവോന്റെ അടിമത്തത്തിലായിരുന്ന ദൈവജനത്തെ ദൈവം ഓർത്തു. പിതാക്കന്മാരോട് അരുളി ചെയ്ത വാഗ്ദത്തത്തെ ഓർത്ത് അവർക്ക് വേണ്ടി വിടുവിപ്പാൻ ഇറങ്ങി വന്ന ഒരു ദൈവത്തെ നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ജീവിതത്തിന്റെ അകത്ത് നിന്ദയും പരിഹാസം കേട്ട് വേദന മനോവ്യസനത്തോടെ ഇരുന്ന സഹോദരിയായ ഹന്നായെ ദൈവം ഓർത്ത് തലമുറ നൽകി ദൈവം മാനിച്ചു. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവശബ്ദം എന്തിനാണ് നിങ്ങളെ കേൾപ്പിക്കുന്നതെന്ന് അറിയുമ്പോൾ ദൈവം നിങ്ങളെ ഓർക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തെ ഈ ദിവസങ്ങളിൽ ഓർക്കാൻ പോവുകയാണ്. ഓർത്ത് ഈ ദൈവം ഇറങ്ങി വന്ന് അത്ഭുതകരമായ, അതിശയകരമായ വിടുതൽ നിങ്ങൾക്കായി, നിങ്ങളുടെ കുടുംബത്തിനായി ദൈവം ചെയ്യും. അതുകൊണ്ട് ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് ഈ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം, ആശ്രയിക്കാം, ആരാധിക്കാം, ഈ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ നിശ്ചയമായി ഓർത്തിരിക്കും.